പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. മെയ് മാസ വണക്കം 27-ാം ദിവസം. സകല വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ. പരിശുദ്ധ കന്യക സഹരക്ഷകയാണെന്നുള്ള വസ്തുത തന്നെ സകല വരപ്രസാദങ്ങളും മറിയം വഴി പ്രാപിക്കുന്നു എന്നതിന് തെളിവാണ്. പരിത്രാണകർമ്മം, മനുഷ്യാവതാരം, പീഡാനുഭവം, കുരിശുമരണം, മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ട യോഗ്യതാ സമ്പാദനം, അതിൻ്റെ വ്യക്തികളിലേക്കുള്ള പ്രവാഹം, ഇവയെല്ലാം കൂടി പൂർണ്ണവും ഏകവും സമ്യക്കായ വിധം ക്രമീകൃതവുമാണ്. സഹരക്ഷക, സകല വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ എന്നീ നിലകളിൽ മറിയം തിരുസഭയുടെ ഒരു പ്രതീകമാണ്. പക്ഷേ തിരുസഭയുടേതിനേക്കാൾ സമുന്നതമാണ് അവളുടെ ദൗത്യം. പ്രസാദവരത്തിലുള്ള മറിയത്തിന്റെ സാർവത്രികമായ മാധ്യസ്ഥം അതിനാൽ തന്നെ അനിവാര്യമല്ല. പക്ഷേ ഇപ്പോൾ പരിത്രാണ കർമ്മത്തിലെ ക്രമീകരണത്തിന് അത് അനുപേക്ഷണീയവുമാണ്. ദൈവസ്നേഹം അഥവാ ദൈവവുമായിട്ടുള്ള ഐക്യം ഒരു വിശുദ്ധനിൽ അഥവാ വിശുദ്ധയിൽ എത്ര വർദ്ധിച്ചിരിക്കുന്നുവോ അതിന്റെ തോതനുസരിച്ചാണ് വിശുദ്ധരുടെ മധ്യസ്ഥ ശക്തിയെ എന്നാണ് വിശുദ്ധ തോമസ് അക്വീനാസിന്റെ അഭിമതം. നമ്മുടെ മാതാവ്, ലോകരക്ഷകന്റെ അമ്മ, സഹരക്ഷക എന്നീ വിവിധ നിലകളിൽ കർത്താവായ യേശുമിശിഹ മാനവവംശത്തിനു വേണ്ടി എന്തെല്ലാം സമ്പാദിച്ചുവോ അതെല്ലാം ഔചിത്യ രീതിയിൽ നമുക്ക് വേണ്ടി സമ്പാദിച്ചു. വരപ്രസാദ ദാതാവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തുകൊണ്ട് ഒരർത്ഥത്തിൽ എല്ലാവർക്കും അവൾ വരപ്രസാദം നേടിക്കൊടുത്തു എന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് പ്രസ്താവിക്കുന്നു. മറിയമേ, നീ ദൈവത്തിന്റെ പക്കൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൈവദൂതൻ പരിശുദ്ധ കന്യകയോട് പറയുന്നു. മറിയം അവൾക്കു വേണ്ടി മാത്രമല്ല ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. മിശിഹായുടെ കുരിശിലെ ബലി പൂർത്തീകരിക്കുന്നതിന് മുമ്പായി അരുളി ചെയ്ത അന്തിമശാസനവും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മധ്യസ്ഥത്തെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കർത്താവായ യേശുമിശിഹ പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രത്യുത മനുഷ്യർക്ക് ആധ്യാത്മിക ജീവൻ നൽകുക, സംരക്ഷിക്കുക, പരിപോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള മാതൃസഹജമായ ജോലികളും അവിടുന്ന് ഭരമേൽപ്പിക്കുന്നുണ്ട്. മിശിഹായുടെ പ്രസ്തുത വാക്കുകൾ പ്രദ്യോതിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കുരിശിലെ എൻ്റെ മരണത്തിന്റെ യോഗ്യത വഴിയല്ലാതെ ഒരുവനും രക്ഷപ്പെടുകയില്ലാത്തതുപോലെ എൻ്റെ മാതാവിന്റെ പരിലാളന കൂടാതെ യാതൊരു വ്യക്തിയും ജീവദായകമായ എൻ്റെ രക്തത്തിൽ ഭാഗഭാഗിത്വം സിദ്ധിക്കുകയില്ല. സ്നാപക യോഹന്നാന്റെ വിശുദ്ധീകരണം, കാനായിലെ കല്യാണ വിരുന്നിൽ മിശിഹായുടെ പ്രഥമ അത്ഭുതം, സ്ലീഹന്മാർ ദേവമാതാവിനോട് കൂടി ഊട്ടുശാലയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നത് എന്നീ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മധ്യസ്ഥത്തെ സ്ഥിരീകരിക്കുന്നതിന് പര്യാപ്തമാണ്. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ എഫേസൂസ് സുനോദോസിൽ ചെയ്ത പ്രസംഗം ശ്രദ്ധേയമാണ്. ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹ ഭണ്ഡാരമായി വണങ്ങപ്പെടേണ്ട പ്രസാദപൂർണയായ ദൈവമാതാവെ, അവിടുന്ന് ഒരിക്കലും അണയാത്ത നിത്യദീപമാണ്. കന്യാത്വത്തിന്റെ മണിമകുടമാണ്. സത്യവിശ്വാസത്തിന്റെ സംരക്ഷകയാണ്. അവിടുന്ന് വഴി പരിശുദ്ധ ത്രിത്വം ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. ലോകം മുഴുവൻ കുരിശ് ആദരിക്കപ്പെടുന്നു. അന്ധകാരത്തിലും മരണഭീകരതയിലും സ്ഥിതി ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഏകജാതൻ പ്രകാശിപ്പിക്കുന്നത് കന്യകാമറിയം വഴിയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആധ്യാത്മികവും ഭൗതികവുമായ നിരവധി ആവശ്യങ്ങളുണ്ടാകാം. അവയിലെല്ലാം പുത്രസഹജമായ സ്നേഹത്തോടെ മരിയാംബികയെ സമീപിച്ചാൽ അവൾ നമ്മെ പരിത്യജിക്കുകയില്ല. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഒരു ദർശനമുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആത്മീയ തനയരും കൂടി ഒരു സോപാനത്തിന്റെ സമീപം ഇരിക്കുന്നു. ആ സോപാനത്തിന്റെ ഉച്ചിയിൽ നമ്മുടെ കർത്താവ് സിംഹാസനാരൂഢനായിരിക്കുന്നു. ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആത്മീയ സുതരും കൂടി ആ സോപാനത്തിലൂടെ മിശിഹയുടെ പക്കൽ അണയുവാൻ വളരെ പരിശ്രമിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വേറൊരു സോപാനം ദർശിക്കുന്നു. അതിന്റെ ഏറ്റവും മുകളിൽ പരിശുദ്ധ കന്യക വേറൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നതായി കണ്ടു. അതോടൊപ്പം ഒരശരീരവാക്യവും ശ്രവിക്കുന്നു: ഫ്രാൻസിസെ, നിന്റെ പുത്രരെ എൻ്റെ അമ്മയുടെ സോപാനത്തിലേക്ക് നയിക്കുക. അതാണ് എൻ്റെ പക്കൽ വരുവാനുള്ള ഏറ്റവും സുഗമമായ മാർഗം. അതെ, യേശുവിലേക്ക് മറിയം വഴി എന്നതും സഭാപിതാക്കന്മാരുടെ മുദ്രാവാക്യമായിരുന്നു. ലൂർദും ഫാത്തിമായും വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിന്റെ ഭക്തിയും അതല്ലേ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്ത് എത്രമാത്രം ജനങ്ങളാണ് പരിശുദ്ധ കന്യകയുടെ അനുഗ്രഹങ്ങളാൽ ചൈതന്യം പ്രാപിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവേ, അങ്ങ് സർവ്വവരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം. ഏകമധ്യസ്ഥനായ മിശിഹ കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത്. ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകുന്നു.
ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ലോക സമാധാനം, പാപികളുടെ മാനസാന്തരം, ക്രൈസ്തവൈക്യം എന്നിവയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ.